അപ്പോൾ സീസൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അതിരപ്പള്ളിയിലാണ്. ഇന്നത്തെ വീഡിയോ അതിരപ്പള്ളിയിലാണ്. ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് തന്നെയുള്ള പരിപാടിയായിരുന്നു, ചലഞ്ച് വീഡിയോസ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നിറച്ച് കുരങ്ങായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോൺ കണ്ട അപ്പം തട്ടിപ്പറിക്കുള്ളൂ. ഞങ്ങളെന്തായാലും ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുറവാണ് കേട്ടോ, ഭയങ്കരമായിട്ട് വെള്ളം കുറവുണ്ട്. ഇങ്ങനെ നല്ല വെയിലത്ത് കൂടെ എന്തായാലും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. കുടയൊന്നും എടുക്കാൻ മറന്നു, കുട എടുക്കാറുണ്ടോ? കുരങ്ങാണോ? വെയിൽ കയറാണ്ട് നോക്കാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റില്ല കേട്ടോ വെള്ളത്തില്. നേരത്തെ അവിടെ ഇതെല്ലാം കെട്ടി വെച്ചേക്കാം. അപ്പൊ നമ്മളിതേ അതിരപ്പള്ളിയില് വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് എത്താറായി. നടന്നു ഇവിടെ എന്തായാലും കുരങ്ങിന്റെ ശല്യമില്ല. ഓക്കെ, വെള്ളം വളരെ കുറവാണ്. ഇപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഞാൻ രണ്ടുപേരും ഈ ഇതിന്റെ തൊട്ടടുത്തുണ്ട് ഒരു കുടില് പോലെ. ഇവിടെ ഗാർഡ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി എന്തായാലും നമ്മൾ താഴോട്ടൊന്ന് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അണച്ചു വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്, കയറ്റൊന്നും കയറാൻ പറ്റില്ല. അയ്യോ, അപ്പം ഇതാണ് വഴി, താഴേക്കുള്ള വഴി. മുഴുവൻ പാറ വിരിച്ചേക്കണം. ഓ, കുറെ നടന്നുകൊണ്ടേ പറ്റണില്ല. അമ്മൂന് എക്സാമൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ അധികം ട്രാവൽ വീഡിയോസൊന്നും എടുക്കാറുണ്ട്. ചലഞ്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നത് അതുകൊണ്ടാണ്. ഇപ്പം അമ്മു ഫ്രീ ആയി. നിലത്ത് നോക്കി കിടന്നില്ലെങ്കിലേ ഒന്ന് കാല് സ്റ്റെപ്പായി പിന്നെ താഴെ നോക്കിയാൽ മതി.
അടുത്തെത്താറായി, ഞങ്ങൾ അടുത്തെത്താറായി. ക്യാമറ ഞാൻ പിടിച്ചു. എല്ലാം കിട്ടണ്ടോന്ന് ഇവള് ക്യാമറ പിടിച്ചൊന്നും കിട്ടുക. എന്താണ് ഇറങ്ങിയിട്ട് അതിൻ്റെ തീരണില്ല. ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, ഇനി കയറുമ്പോഴാണ് കുഴപ്പം. അയ്യോ, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അയ്യോ, അവള് പഴം പോലെ ഓടി കിടക്കണ്ടേ, എനിക്ക് പറ്റണില്ല. ഈ വണ്ടി പതിയെ തിരിയുണ്ട്, പതിയെ തിരിച്ചു വെച്ചേക്കാം. ഒന്ന് കൊള്ളൂലടി. അതൊന്നും മനസ്സിലാക്കാം. ഒന്നും വാങ്ങി തരുന്നില്ല. പിന്നെ അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി, വാഴച്ചാൽ. നമ്മൾ അതിരപ്പള്ളി കയറുന്നതിന് മുന്നേ തന്നെ വാഴച്ചാലിലേക്കും അതിരപ്പള്ളിലേക്കുള്ള ടിക്കറ്റ് അവർ തരും. അപ്പോൾ അവർക്ക് ഫോട്ടോ ചെയ്തിട്ട് അവർ ടിക്കറ്റ് എടുത്ത് നമുക്ക് പരിപാടിക്കായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ വാഴച്ചാലെത്തിയിട്ടുണ്ട്. ഇവിടെയും കുരങ്ങ് വന്നിട്ടുണ്ട്. പിന്നെ ആൾക്കാർ ഇച്ചിരി കുറവുണ്ട്. അവിടെ ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. ഇങ്ങോട്ടേക്ക് എത്താൻ സമയമായിട്ടില്ല എന്നാണ് ഓർത്തത്. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ കണ്ടേക്കുന്ന പോലെ ഒന്നുമല്ല. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇതെന്തോ നമ്മൾ കളിക്കേണ്ട ഓടി. എന്തായാലും ഇവിടെ കുറച്ച് കുരങ്ങൾ കുറവുണ്ട്. പിന്നെ ഞങ്ങൾ 2 കുരങ്ങളുണ്ട്. ഞാൻ കുരങ്ങാണ്, നീ പറഞ്ഞു. ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കൂടുതലാണ്. ഇനി ഞാൻ ഉറക്കെ സംസാരിക്കേണ്ടി വരും. അടിപൊളിയാക്കിണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, നേരത്തെ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇവിടെ നേരത്തെ വന്നവർക്കറിയാം, ഇതൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു പണ്ട്. 1.5 കൊല്ലം മുന്നേ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലത്തിൽ കൂടുതലേ ഇവിടെ വന്നിട്ട്. ഇനി വെള്ളച്ചാട്ടത്തിന്റെ ക്ലോസ് ഷോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ 2 മല്ലന്മാരിയ്ക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തട്ടിക്കുറച്ചെടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പാണ്. ഞങ്ങളിതിൽ ഫോണൊക്കെ പയ്യെ ഒളിപ്പിച്ച് വെച്ചൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് പതിയെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ആശാന്മാർ ഇതേ പതിയെ അങ്ങോട്ട് നടന്നെടുത്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഇരുന്ന് കാഴ്ച കാണാം. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ടൊന്ന് പോയി നോക്കാം.
ഇവിടെ ഒച്ച കുറവുണ്ട്. അവിടെ വെള്ളം വീഴുന്ന കാരണം നല്ല ഒച്ച. അവിടെ പോയിട്ടുണ്ടല്ലോ. പാലം കണ്ടല്ലേ? ഈ പാലത്തിൽ കയറില്ലേ? ഞാനൊരു 10-20 പ്രാവശ്യം ഉണ്ടല്ലോ. ഈ പാറയുണ്ടോ അതൊക്കെ? അയ്യോ, പെരിയ പെരിയ കാട് താണ്ടി മലയെല്ലാം താണ്ടി ഞങ്ങള് പാലം കടക്കാൻ പോവാണ്. കൊള്ളാട്ടോ, അടിപൊളി. ഇത് ഉണ്ടാക്കി തന്നെ കുഞ്ഞി തടാകം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല കളറുണ്ടല്ലോ. നമുക്ക് വരാൻ പറ്റിയ മാക്സിമത്തിൽ നമ്മളിവിടെ എത്തിയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് സന്ദർശകരെ വിടുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ അറ്റത്ത് വരെ ഒന്ന് പോയേക്കാം. ഇവിടെ കുറച്ചും കൂടി അടുത്ത് കാണാമെന്ന് തോന്നുന്നു ഇതുള്ള സ്ഥലം. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകാനുള്ള വഴി കാണുന്നുണ്ട്. പോയി നോക്കിയാലോ? നമുക്ക് വരാൻ പറ്റുന്നതിന് മാക്സിമം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പുതിയൊരു വഴി കാണുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് കാണിച്ചു തരാം. അങ്ങോട്ട് പോകുന്നുണ്ട്. കൈവരികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ. പറയണത് കേൾക്കാൻ പറ്റുന്നൊന്നും അറിയാൻ പറ്റില്ല. നല്ല ഒച്ചയാണ്, നല്ല ഒച്ച. അപ്പോൾ എന്തായാലും ഞാൻ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പതിയെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ വാഴച്ചാലിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തി. സേഫ് ഫോറസ്റ്റ് എന്നാട്ടോ അവിടെ എഴുതിയിരിക്കുന്നത്. കാണാൻ പറ്റണമെന്ന് അറിയില്ല. സേഫ് ഫോറസ്റ്റ് എന്നാണത്. എന്തായാലും ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ട്രാവൽ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിത് ഇപ്പോൾ വാഴച്ചാലിൽ നിന്ന് ഇറങ്ങി. കാരണം മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.